ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ഇൻഡോ ചൈനീസ് റെസിപ്പിയാണ്. ബ്ലാക്ക് പെപ്പർ ബീഫ് സ്റ്റർ ഫ്രൈ. ഇത് ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അല്ലെങ്കിൽ പൊറോട്ട, ചപ്പാത്തി ഇതിനായിട്ടൊക്കെ നന്നായിട്ട് ചേരുന്നതാണ്. കുറച്ച് സോസി ആയിട്ടുള്ള ബീഫ് സ്റ്റർ ഫ്രൈ. ചൈനീസ് ഡിഷസും സൈഡ് ഡിഷസൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ബീഫ് ഡിഷ് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്ക്. 600 grams ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇത് തിൻലി സ്ലൈസ്ഡ് ആയിരിക്കണം, ഇതുപോലെ വളരെ തിൻലി സ്ലൈസ്ഡ്. സ്റ്റർ ഫ്രൈക്ക് ആവശ്യമുള്ള ബീഫ് വളരെ തിൻലി സ്ലൈസ്ഡ് അല്ലെങ്കിൽ നമ്മളിത് ഹൈ ഹീറ്റിൽ സ്പീഡിൽ കുക്ക് ചെയ്യുമ്പോൾ അത് പാകത്തിന് വെന്ത് കിട്ടില്ല. ചൈനീസ് കുക്കിങ്ങിൽ ഹൈ ഹീറ്റിൽ സ്പീഡിലാണ് കുക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ മിക്കപ്പോഴും കിട്ടുന്നതാണ് സ്റ്റർ ഫ്രൈക്ക് പറ്റിയ ഇതുപോലത്തെ തിൻ സ്ലൈസ്ഡ് ബീഫ്. ഇനി അത് കിട്ടാനില്ലെങ്കിൽ സ്ട്രിപ്പ് ലോയിൻ, സർ ലോയിൻ, ടെൻഡർ ലോയിൻ ഇങ്ങനത്തെ ബീഫ് പോർഷൻസ് നമുക്ക് വാങ്ങിച്ചിട്ട് ഇതുപോലെ തന്നെ തിന്നായിട്ട് സ്ലൈസ് ചെയ്യാം. സ്റ്റർ ഫ്രൈക്ക് പറ്റിയ ബീഫ് ഏതാണെന്ന് ചോദിച്ചാലും മതി, നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ തിന്നി സ്ലൈസ് ചെയ്യണം. ഇതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിരുമ്പി വെക്കണം. 1 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് റിൻസ് ചെയ്ത് ആ കളറൊക്കെ മാറി കിട്ടുന്നത് വരെ നന്നായി റിൻസ് ചെയ്യണം. എന്നിട്ട് ഡ്രെയിൻ ചെയ്യണം. വെള്ളം മുഴുവൻ മാറി കിട്ടണം. പറ്റുകയാണെങ്കിൽ കിച്ചൺ പേപ്പർ ടവൽ വെച്ചിട്ട് ഒന്ന് പാറ്റ് ചെയ്തിട്ട് ആ വെള്ളം മുഴുവൻ കളയണം. ഇനി ഈ ബീഫ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം കുറച്ച് നേരം. അതിനുവേണ്ടി ആദ്യം ആവശ്യമുള്ളത് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ട് നന്നായി കഴുകി അതിൻ്റെ ഗ്രീൻ ലീഫ് പോർഷനും അതിൻ്റെ വൈറ്റ് സ്റ്റോക്ക് പോർഷനും സെപ്പറേറ്റ് ആയിട്ട് ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് പോർഷൻ എന്ന് വെച്ചാൽ ആ വെള്ള ഭാഗം, ഉള്ളിയുടെ വെള്ള ഭാഗം, ഇതൊരു ചോപ്പ് ചെയ്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബീഫിലേക്ക് ആഡ് ചെയ്യാം. ഗ്രീൻ പോർഷൻ നമ്മൾ പിന്നീടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 4 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയ് സോസ്. സോയ് സോസ് 3 ടൈപ്പിലാണ് കിട്ടുന്നത്. ലൈറ്റ് സോയ് സോസ്, ഡാർക്ക് സോയ് സോസ്, പിന്നെ സ്വീറ്റ് സോയ് സോസ്. കൂടുതലും നാട്ടിൽ കിട്ടുന്നത് ലൈറ്റ് സോയ് സോസാണ്. ഇതിൻ്റെ ലേബിളിന് ലൈറ്റ് സോയ് സോസ് എന്ന് എഴുതിയിട്ടുണ്ടാവില്ല, വെറും സോയ് സോസ് അല്ലെങ്കിൽ സോയാബീൻ സോസ് എന്ന് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് 4 ടേബിൾ സ്പൂൺ വേണം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഹണി, തേൻ. ഇത് ആ സോയ് സോസിൻ്റെ ഉപ്പ് ബാലൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ഫ്ലേവറാണ് ആഡ് ചെയ്യുന്നത്. ആ തേനിൻ്റെ ഒപ്പം നമുക്ക് 1-2 ടീസ്പൂൺ ഷുഗർ വേണം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രൗൺ ഷുഗറാണ്. 1-2 ടീസ്പൂൺ യൂസ് ചെയ്യാം. ഒരുപാട് മധുരിക്കില്ല, എന്നാലും ചെറുതായിട്ടൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും നമ്മുടെ ഈ ബീഫ് സ്റ്റർ ഫ്രൈക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. ഇത് കാരമലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. 2 ടേബിൾ സ്പൂൺ മിൻസ്ഡ് ഗാർലിക് അല്ലെങ്കിൽ ചതച്ച വെളുത്തുള്ളി ചേർക്കാം. ഇതിൻ്റെ കൂടെ നമുക്കിനി കുരുമുളക് വേണം. കുരുമുളക് ഒന്ന് ചതച്ചെടുത്ത കുരുമുളകാണ്, ഫ്രഷ് ആയിട്ട് എടുത്തത്. 1/2 ടീസ്പൂൺ. ഈ 1/2 ടീസ്പൂൺ ഇതുപോലത്തെ ക്രഷ് ചെയ്ത കുരുമുളകിൻ്റെ ഒപ്പം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എരി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഈ മാരിനേറ്റിലേക്ക് തന്നെ കുറച്ചും കൂടി കൂടുതൽ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. നമ്മൾ അവസാനം ഇനിയും പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. ഈ റെസിപ്പിയിലേക്ക് ഇനി പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് സെസമി ഓയിൽ. സെസമി ഓയിൽ ഇവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇത് പറ്റുവാണെങ്കിൽ നമ്മുടെ ഏഷ്യൻ അല്ലെങ്കിൽ ചൈനീസ് കുക്കിങ്ങിൽ യൂസ് ചെയ്യുന്ന സെസമി ഓയിലാണ് ഏറ്റവും നല്ലത്. അത് കിട്ടാനില്ലെങ്കിൽ ഇന്ത്യൻ സെസമി ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോണത് 1 ടേബിൾ സ്പൂൺ കറിവേപ്പില. അതെ, കറിവേപ്പില, നമ്മുടെ കറിവേപ്പിലയാണ് ചേർക്കാൻ പോകുന്നത്. നല്ല ഒന്ന് കീറിയിട്ട് അത് ചേർത്ത് കൊടുക്കുക. നല്ലൊരു മണവും ടേസ്റ്റാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇത് ഒഴിവാക്കരുത് കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്താലേ ഇത് നന്നാവുള്ളൂ. 3 മണിക്കൂറാണ് മിനിമം. 3 മണിക്കൂർ വെക്കുകയാണെങ്കിൽ നമുക്കിത് മൂടി വെച്ച് പുറത്ത് തന്നെ വെക്കാം. അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു 20 മിനിറ്റ് മുമ്പ് പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറ്റിയിരിക്കണം. മാരിനേറ്റ് ചെയ്ത് കുക്ക് ചെയ്യാറാകുമ്പോഴേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഇവിടെ ഒരു സവാള എടുത്തിരിക്കുന്നത് വൈറ്റ് ഓണിയൻ അല്ലെങ്കിൽ യെല്ലോ ഓണിയൻ ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ റെഡ് ഓണിയൻ യൂസ് ചെയ്താൽ മതി. സവാള അത് സ്ലൈസ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 വലിയ പച്ചമുളകിൻ്റെ ഒപ്പം ഒരു 1/2 ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഈ പച്ചമുളകും ക്യാപ്സിക്കമും ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. പച്ചമുളകിൻ്റെ കൂടെ ഇവിടെ നമ്മൾ ഉണക്കമുളകും എടുക്കുന്നുണ്ട് 2 എണ്ണം. അതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് 2-3 ടേബിൾ സ്പൂൺ കറിവേപ്പില ഇനിയും വേണം കേട്ടോ. അപ്പോൾ കറിവേപ്പില, സ്ലൈസ്ഡ് ഓണിയൻ, ഉണക്കമുളക്, പച്ചമുളക്, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് പാകത്തിന് നേരം മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അപ്പോൾ കുക്ക് ചെയ്യാൻ റെഡിയായി.
കുക്ക് ചെയ്യുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് നമുക്ക് ആ സ്ലൈസ് ചെയ്ത സവാള ബീഫിലേക്ക് ആഡ് ചെയ്യണം. നന്നായിട്ടൊന്ന് തിരുമ്പണം. 10-15 മിനിറ്റ് മാറ്റിയതിന് ശേഷം നമുക്ക് ഇനി കുക്ക് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പരന്ന ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർക്കണം. കറിവേപ്പിലയും ഉണക്കമുളകിൻ്റെ നല്ലൊരു സ്മെല്ല് കിട്ടണം. ശരിക്കും സ്ട്രോങ് ആയിട്ട് ആ സ്മെല്ല് കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പച്ചമുളകും ക്യാപ്സിക്കവും ചേർക്കാം. പച്ചമുളകിൻ്റെ മണം ഒന്ന് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് ബീഫും ചേർക്കാം. ഇനി നമ്മൾ ഏറ്റവും ഹൈ ഫ്ലെയിമിൽ ഇതുപോലെ സ്റ്റിർ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ ചീനച്ചട്ടി ചൈനീസ് കടായി ആയിരിക്കണം. ഇതുപോലത്തെ പരന്ന വലിയ ചീനച്ചട്ടി ആയിരിക്കണം. സ്റ്റിർ ഫ്രൈക്ക് ഏറ്റവും നല്ലത് ഇതാണ്. നമ്മുടെ നാടൻ കുഴിയൻ ചീനച്ചട്ടിയിൽ ചിലപ്പോൾ ഇതുപോലെ അത്രയും നന്നായിട്ട് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും ഹൈ ഹീറ്റിൽ നമുക്കിത് ടോസ് ചെയ്തുകൊണ്ടിരിക്കണം. 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ ബീഫ് തിൻലി സ്ലൈസ്ഡ് ആയതുകൊണ്ട് ഇത് കുക്കായി കിട്ടും. ആദ്യം കുറച്ച് വെള്ളം ഇറങ്ങി വരും, എന്നിട്ട് ആ വെള്ളം വറ്റും. പിന്നെയും വീണ്ടും സ്റ്റിർ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ബീഫിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഒന്ന് ബ്രൗൺ ആയി വരുന്ന വരെയും നമുക്കിത് സ്റ്റിർ ഫ്രൈ ചെയ്യണം. പിന്നെ ഇതുപോലത്തെ ചൈനീസ് കടായി ഇല്ലെങ്കിൽ നമുക്ക് വലിയ ഇരുമ്പൻ ചട്ടിയിൽ അതിലും ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഒന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഒരു പീസ് വെന്തിട്ടുണ്ടോ എന്നറിയാം. പിന്നെ വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചും കൂടി കുരുമുളക് ചേർക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്തോ. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതും കൂടി ഇട്ട് അവസാനം ഒന്ന് സ്റ്റിർ ചെയ്ത് എന്നിട്ടൊക്കെ റെഡി ആയതിന് ശേഷം 1/2 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേഗം ഒന്ന് ഇളക്കി കൊടുക്കുക. തീ കൂട്ടി തന്നെയാണ് ഇരിക്കുന്നത്. വേഗം തന്നെ ആ കോൺഫ്ലവർ സൊല്യൂഷൻ ഇതിലേക്ക് പിടിച്ച് ഒന്ന് ഗ്ലോസി ആയിട്ട് വരും. ഇനി ഒരുപാട് നേരം കുക്ക് ചെയ്യണ്ട. ആ വെള്ളം ഇങ്ങനെ വലിഞ്ഞ് കിട്ടിയാൽ നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ ഇലകൾ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് പെപ്പർ ബീഫ് സ്റ്റിർ ഫ്രൈ റെഡിയാണ്. ഇത് ഫ്രൈഡ് റൈസ്, പ്ലെയിൻ റൈസ്, പൊറോട്ട, ചപ്പാത്തി ഇതിനായിട്ടൊക്കെ നന്നായി ചേരും. പിന്നെ ഒരു കാര്യമുണ്ട്, എണ്ണയിലേക്ക് കറിവേപ്പില ഇടുമ്പോൾ പ്രത്യേകിച്ചും നിങ്ങൾ സൂക്ഷിക്കണം. ചൂടുള്ള എണ്ണയിലേക്ക് നനവുള്ള കറിവേപ്പില ഇതുപോലെ പ്രത്യേകിച്ചും ചൈനീസ് കടായിലേക്ക് ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എനിക്കുണ്ടായി, ഒന്നും പറ്റിയില്ല. അപ്പോൾ സൂക്ഷിക്കണം കേട്ടോ. എണ്ണയിലേക്ക് ഇടുന്ന ഇൻഗ്രീഡിയൻസിൽ വെള്ളം ഇല്ലാണ്ട് നോക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.